ഭൂപരിഷ്കരണത്തെ കുറിച്ച് ചോദിച്ചപ്പോഴേ ഇപ്പൊ ദളിതർക്ക് ഭൂമി കിട്ടിയില്ല എന്ന് പറയുമ്പോ അത് അത് ശരിയാണ്. കോൺഗ്രസിന്റെ അത് മറ്റേ കോൺഗ്രസിന്റെ പ്രശ്നമൊന്നും അല്ല. ഭൂരിപക്ഷം ഉണ്ടായിരിക്കുന്ന ആൾക്കാർ മര്യാദയില്ലാതെ പെരുമാറി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റണമെന്ന് പറയുന്നത്. തുല്യനീതി എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ ഉപയോഗിക്കാതിരിക്കുകയും അവരെ കോളനിയിൽ നിലനിർത്തുന്നിടത്തേക്കുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് അത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പെരുമാറിയ ഒരു സാധനമാണ് കോളനിവൽക്കരണം. അല്ല അത് സഹായിക്കുന്ന നമ്മള് എന്ന് തോന്നും, അല്ല നമ്മൾ പക്ഷെ പറയുമ്പോ അത് വിവേചനം നിറഞ്ഞ സഹായമാണ്. വിവേചനം നിറഞ്ഞ സഹായത്തിന് സഹായമായിട്ടല്ല കാണേണ്ടത്. ഭൂമിക്കും ജീവിക്കാനുമുള്ള അവകാശമുള്ളവരായിട്ട് മനുഷ്യരെ കാണാതെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ കോളനിയൊക്കെ ഉണ്ടാക്കിയത്. അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ ഈ ലാൻഡ് ഗവൺമെന്റ് റിഫോം ആളുകളെ സഹായിക്കുകയല്ല എന്ന് അറിയണം. ഇതിന്റെ ഈ സങ്കല്പന, ഇയാൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളെ പറ്റിയുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ സംസാരിക്കുന്നത്. അല്ല മനസ്സിലായി കോളനിയിൽ ആളുകളെ എത്തിച്ചേരുന്നത് വിവേചനം കൊണ്ടാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഉം. അല്ല അതിന് കാരണം ഇപ്പൊ അന്നത്തെ ഇപ്പൊ നമ്മൾ ലാൻഡ് റിഫോംസിനെ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തെന്നാണല്ലോ അത് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ക്ലെയിം പറയുന്നത് കൊണ്ട് പറയുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയതാണോ? അല്ല അല്ല അപ്പൊ പിന്നെ ആ നിലവാരത്തിൽ അതൊന്നും പറഞ്ഞുകൂടാ. നിലനിൽക്കുന്ന ഭൂരിപക്ഷ തീരുമാനപ്രകാരം ആ ഭൂരിപക്ഷത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഭൂരിപക്ഷം പ്രബലമായ സമുദായങ്ങൾ കടന്നു വരുന്നത് കൊണ്ടാണ് ജനാധിപത്യ വിരുദ്ധമായിട്ട് അവർക്ക് പെരുമാറാൻ കഴിയുന്നത്. ഇത് തന്നെ വടക്കേ ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മുഷ്ക് എന്ന് പറയുന്നത് മുഴുവനും ജനാധിപത്യ സംവിധാനങ്ങളെ മുഷ്ക് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടുപിടിക്കുന്ന പ്രബല സമുദായങ്ങളുടെ പ്രശ്നമാണത്. അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതാണ് പുതിയതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്ത് കോൺഗ്രസ്സുകാർ ചെയ്തു എന്ന് പറയുന്ന ചർച്ചയ്ക്ക് അതൊന്നും ഞാനില്ല. അതൊക്കെ വോട്ടിന് പിടിക്കാൻ പോകുന്ന ചോദിക്കാൻ പോകുന്നവന്റെ ന്യായങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും അല്ല പറയുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അല്ല, ഇതെല്ലാം മുന്നണികളാണ്. പലരും ചേർന്നിട്ട് നിന്നിട്ടാണ് അത് ഉണ്ടാകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നവരൊന്നുമായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കത്തില്ല. അല്ല അപ്പൊ ഇലക്ഷന് അന്ന് മുന്നണിയായിട്ടില്ലല്ലോ. അന്ന് മുന്നണി തന്നെയാണ്. അല്ലാതെ കേരളം ജനാധിപത്യം മുന്നണി തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണത്തിൽ ഒന്നാണ്. ഒരു സംഘത്തിന് മാത്രമായിട്ട് ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുന്നത് ജനാധിപത്യത്തിനകത്ത് ചെറിയ വിഭാഗങ്ങളും കൂടെ ചേർന്നേ ഭരിക്കാൻ പറ്റത്തുള്ളെന്ന് വരുന്നതാണ് മുന്നണിയുടെ ലക്ഷണം. ഇതുകൊണ്ടാണ് ഇന്ന് സെൻട്രൽ ഗവൺമെന്റിനകത്തും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, ഒറ്റ പാർട്ടി ഏകപക്ഷി ഭരണം ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രാജാക്കന്മാരുടെ ഭരണ രീതിയാണത്, ഏകകക്ഷി എന്ന് പറയുന്ന യുക്തി. വൈവിധ്യങ്ങളുടെ യോജിപ്പിനെയാണ് നമ്മൾ ജനാധിപത്യമായിട്ട് കാണുന്നത്. വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പം, വ്യത്യസ്തതകൾ ആരെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കിയതല്ല, അത് അവിടെ ഉണ്ടായിരുന്നതാണ്. അതിനെ അംഗീകരിച്ച് അതിനകത്ത് അപ്പോഴും ഭൂരിപക്ഷം മർദ്ദിതമായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ നിയമങ്ങൾ ഉണ്ടാക്കുമ്പം തുല്യതയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഭൂരിപക്ഷത്തിന്റെ മെജോറിറ്റേറിയനിസം എന്ന് പറയുന്ന പ്രശ്നത്തിനെ പരിഹരിക്കാൻ അതിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ഭരണഘടന ഉണ്ടാക്കുന്നത്. ഭരണഘടനയ്ക്കകത്ത് കാലികമായ വ്യത്യാസങ്ങളെ അംഗീകരിച്ച് പുതിയ അമെന്റ്മെന്റ്സ് വരുത്തുക എന്ന് പറയുന്നതാണ് ലോക്സഭ എന്ന് പറയുന്നതും നിയമസഭ എന്ന് പറയുന്ന സാധനങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഭരണഘടന 1950 ഉണ്ടായത് എന്നേക്കുമായി സനാതനമായ മൂല്യം എന്ന് പറയുന്നത് പോലെ നിലനിന്നുകൂടാ. കാലികമായ ഇത് എന്താണ് പരിഷ്കരണങ്ങൾ വരുത്തണം എന്നുള്ളതിനാണ് ലോക്സഭയും നിയമസഭയും തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മൾ ലോകത്തുണ്ടാക്കിയത്.